വെൽക്കം ടു സോണിയാസ് കിച്ചൻ. ഞാനിവിടെ ബീട്രൂട്ട് പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ബീട്രൂട്ട് പച്ചടിക്കായിട്ട് 2 ബീട്രൂട്ട് ഞാൻ വെജിറ്റബിൾ കട്ടറിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണിത്. ഈ ഒരു ഭാഗത്തിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് തൈര്. പച്ചടി വെക്കുമ്പോൾ എപ്പോഴും തൈരാണ് ഉപയോഗിക്കേണ്ടത്. മോര് വെച്ച് ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു കറിക്ക് ആ ഒരു തിക്നെസ് ഒന്നും കിട്ടത്തില്ല. പിന്നെ തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, അല്പം വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, 1/2 സ്പൂൺ കടുക്, 1/4 സ്പൂൺ ജീരകം, 3 വറ്റൽമുളക്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ടേസ്റ്റിയായ ഒരു പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഈ അരിയാനുള്ള ഒരു താമസമൊക്കെ ഉള്ളൂ, കാരണം ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ആദ്യം തന്നെ അടുപ്പിലേക്ക് വെക്കാനായിട്ട് വെക്കാം. ഇതിങ്ങനെ വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിലൊരു വെള്ളമയം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, ഇതിൽ വേറെ അഡീഷണൽ ആയിട്ട് ഒരു വെള്ളവും ചേർക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഈ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബീട്രൂട്ടിന് ചേർക്കാനായിട്ട് ഈ തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ജീരകവും കടുകും ഈ പച്ചമുളക് കൂടി ഇട്ട് 4 കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയും കടുകും എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്താണിത് പേസ്റ്റ് രൂപത്തിൽ. ഇപ്പം 15 മിനിറ്റ് ആയിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിൽ ചോട്ടി പിടിക്കും, കാരണം വേറെ ഒരു വെള്ളവും ചേർക്കാത്തതാണ്. നമ്മൾ ആ മൂടി വെക്കുമ്പോൾ ആ ആവിയിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കറക്റ്റ് 15 മിനിറ്റാണ് ഇതെടുത്തത്. ഇത് വേവാനായിട്ട് ഈ ഒരു നേരം മതി. തീ ഇപ്പോഴും വളരെ കുറച്ചേ വെക്കാവുള്ളൂ. ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തൈരൂടി ഒഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഒത്തിരി വെള്ളമായി പോകും. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇതിട്ടിരിക്കുന്നത്. എന്നാൽ തിളച്ച് കഴിയുമ്പോഴേക്ക് ബാക്കി തൈരൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇത് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം. ഇനി കറിക്ക് കടുക് താളിച്ച് കൊടുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കടുക് താളിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.